अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा न करें व अपमान से दुखी न हो। परमात्मा के अतिरिक्त किसी और का भय न करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणं श्रेयस्वरूप चरणों शरणं। ഈ മനസ്സിൽ നിന്നും ഈ ലൗകിക വിചാരങ്ങളെ പാടെ നീക്കം ചെയ്യണമേ. നാം അപ്രകാരം വിരുമ്പി കരയുകയാണെങ്കിൽ ഈ ലൗകിക കാര്യങ്ങൾ പ്രഭു കൃപ കൊണ്ട് ഇല്ലാതാവും. ആ പരംപിത പരമാത്മാവിന്റെ സ്മരണ നിലനിൽക്കും. ഹൃദയം പവിത്രമാകും. ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്തെന്നാൽ ഹൃദയത്തിൽ ആത്മീയാനന്ദം ഒഴുകിക്കൊണ്ടേയിരിക്കും. പിന്നെ ശരീരം മുഴുവൻ ശാന്തിയും പ്രേമവും ആനന്ദവും കൊണ്ട് നിറഞ്ഞ് തുളുമ്പും. ആയിരക്കണക്കിന് ആളുകൾ ലൗകിക നഷ്ടങ്ങൾക്ക് കരയാറുണ്ട്. ആളുകൾ പത്നി, കുട്ടികൾ, സമ്പത്ത് എന്നിവ നഷ്ടപ്പെടുന്നതിൽ കരയുന്നു. ആര് പരമാത്മാവിന് വേണ്ടി കരയുന്നതോ അയാൾ ഭാഗ്യവാനാണ്, അയാൾ മഹാനാണ്, യഥാർത്ഥ ആധ്യാത്മിക ജീവിതമാണ് നയിക്കുന്നത്. ആ കണ്ണുനീർ പരമാത്മാവിന്റെ സ്മരണയിൽ നിന്നുണ്ടായത്
സാധാരണ ദുഃഖ ഹൃദയത്തിൽ നിന്ന് വരുന്ന കണ്ണീരല്ല, അത് മോത്തിയാണ്, വൈരക്കല്ലാണ്. അത് പരമാത്മാവിന്റെ നെറുകയിൽ ചാർത്തപ്പെടുന്നു. ഗുരു അംഗദേവ് നാനക് ദേവന്റെ അരികെ ചെല്ലുമ്പോൾ പ്രേമാശ്രു പൊഴിക്കാറുണ്ട്. ചിലർ ശ്രീ നാനക് ദേവനോട് ചോദിക്കാറുണ്ട്, അംഗദ് ദേവിജി അവിടുത്തെ അരികിൽ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, എന്താ ഇയാളുടെ ദുഃഖം? അവിടുത്തെ അരികെ വന്നിട്ടും ഇല്ലാതാക്കാൻ കഴിയുന്നില്ലേ? ശ്രീ ഗുരുനാനക് ദേവ് പറയാറുണ്ട്, ഇത് ദുഃഖ ഹൃദയത്തിൽ നിന്ന് വരുന്ന കണ്ണീരല്ല, ഇത് പ്രേമാശ്രുവാണ്. ഒരു ഭക്തന്റെ പവിത്ര ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് കണ്ണീരല്ല, യഥാർത്ഥ മോത്തിയാണ്, വൈരക്കല്ലാണ്. പരമാത്മാവിന്റെ ശിരസിൽ ചാർത്തപ്പെടുന്നു. ഇതിന്റെ വില പരമാത്മാവിന് മാത്രമേ അറിയൂ. ആർക്കെങ്കിലും ഇത്രയും ഭക്തി ഭാവപൂർണമായ ഹൃദയത്തെ വികസിപ്പിക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയും. താമസിക വൃത്തി ഇത് വളരെ ആപൽക്കരവും സ്ഥായിയായി നിലനിൽക്കുന്നതുമാണ്. ഈ വൃത്തികൾ എപ്പോൾ മനുഷ്യ മനസ്സിൽ പ്രഭാവം ചെലുത്തുന്നുവോ അയാളുടെ മനുഷ്യഗുണം, മനുഷ്യത്വം തന്നെ ഇല്ലാതാകുന്നു. ഇത് അധിക സമയം ഇരുന്നാൽ അവൻ മൃഗതുല്യനായിത്തീരും. അത്തരത്തിലുള്ള വിവേകം ഇല്ലാതാകും. അയാൾ തന്റെ സ്ഥൂല ശരീരത്തിന് ഉപരിയായി ഒന്നും ചിന്തിക്കുന്നതേയില്ല. ലൗകികതയിൽ നിന്ന് മാത്രം ആനന്ദം നേടുന്നു, അതും വളരെ താണ ശ്രേണിയിലുള്ളത്. അത്തരത്തിലുള്ള വ്യക്തി അധികം ഉറങ്ങുന്നു, വളരെയധികം ഭക്ഷിക്കുന്നു, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതിൽ ആനന്ദം കാണുന്നു. ഒടുവിൽ അയാളുടെ ജീവിതം കാഞ്ചനയിൽ തന്നെ നിലകൊള്ളുന്നു. മദ്യം കഴിക്കുവാനും ചീത്തവൃത്തികൾ ബാധിതരാകുന്നു. ആധ്യാത്മിക മാർഗത്തിന്റെ സാധകൻ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അത്തരത്തിലുള്ള വിചാരങ്ങളെയും പ്രവൃത്തികളെയും അധികം നിലനിർത്തുവാൻ അനുവദിക്കരുത്. ഏതെങ്കിലും ലൗകിക സാധനങ്ങളിൽ നിന്ന് ആനന്ദം നേടണമെന്ന വിചാരം വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ മനസ്സിലാക്കാം താമസിക വൃത്തികളുടെ പ്രകോപം തുടങ്ങിയെന്ന്. ഉദാഹരണത്തിനായി സാധകൻ പൂജ ചെയ്യുമ്പോൾ, പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ മാങ്ങ തിന്നുന്നതിന്റെ ആനന്ദം നേടണമെന്ന് തോന്നിയാൽ ഈ വിചാരം തന്നെ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ മനസ്സിലാക്കാം താമസിക വൃത്തി സാധകന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അത്തരത്തിലുള്ള വിചാരങ്ങളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയണം. വേറെ എന്തെങ്കിലും വിചാരം അതുകൊണ്ട് പാപമേ അപരാധമോ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ സാധകൻ ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത് തന്റെ ഗുരുദേവന്റെ അരികെ ചെന്ന് കുറച്ചു ദിവസത്തേക്കെങ്കിലും താമസിക്കണം. ഇത്തരത്തിലുള്ള വിചാരങ്ങൾ വരുന്നത് ഇല്ലാതായി ആത്മീയ ആനന്ദത്തെ നുകരുന്നതുവരെയും അവിടെ തന്നെ താമസിക്കണം. താമസിക വൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇതാണ്. ഇതെല്ലാമാണ് ചില പ്രധാന കാര്യങ്ങൾ. ഇതെല്ലാം നാം മനസ്സിലാക്കി ശരിയായി ആചരണങ്ങളിൽ കൊണ്ടുവന്നുവെങ്കിൽ മനസ്സിനും വിചാരങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവരാം. ഈ അഭ്യാസത്തെ നാം നിയമാനുസൃതമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് മനസ്സിനെയും വിചാരങ്ങളെയും നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. അപ്പോൾ വിചാര ശൂന്യതയുടെ സ്ഥിതി പ്രാപിക്കാം. അഭ്യാസം ചെയ്യുന്തോറും വിചാര ശൂന്യതയുടെ സ്ഥിതി കുടികൊണ്ടേ വരും. അത് കൂടുന്തോറും ആധ്യാത്മിക അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അത്തരത്തിലുള്ള സാധകർക്ക് ആധ്യാത്മ ചക്രങ്ങളിൽ പ്രാണവായുവിന്റെ സ്പന്ദനം അനുഭവപ്പെടും. തൻ്റെ ഉള്ളിൽ വൈദ്യുതി കറണ്ട് അനുഭവപ്പെടും. ഹൃദയസ്ഥലത്തും മസ്തിഷ്കത്തും മുകളിലും പ്രഷർ സമ്മർദ്ദം അനുഭവപ്പെടും. അത്തരം സാധകരുടെ സ്വപ്നത്തിലും ആധ്യാത്മിക അനുഭവങ്ങൾ തുറക്കാൻ തുടങ്ങും. അധികമായും സ്വപ്നങ്ങൾ ആധ്യാത്മിക ക്ഷേത്രത്തിന്റെ പുരോഗതിയുടെ മാനദണ്ഡമായി മാറുന്നു. സാധകന്റെ ധ്യാനം എത്രയും ശരിയാകുന്നു എങ്കിൽ അത്രയും മോത്തി വൈരക്കല്ല് ഒന്നിച്ചു കൂടുന്നു. ഒടുവിൽ ഈ അഭ്യാസം സാധകന് സമാധിയുടെ അവസ്ഥ വരെ എത്തിക്കുന്നു. പിന്നെ ഒരു ദിവസം തുള്ളി സമുദ്രത്തിൽ കുടിച്ചേരുന്നു. ആത്മാവ് പരമാത്മാവുമായി ഐക്യം പ്രാപിക്കുന്നു. മനസ്സിനെ ഏകാകാരമാക്കുവാനുള്ള സരളമായ ഉപായം ഈ സന്ത് മഹാത്മാക്കൾ ഇതിനെപ്പറ്റി പിന്നെയും ചുഴിഞ്ഞാലോചിച്ചു അവരുടെ അനുഭവത്തെ നിർത്തി പറയുകയാണ്. ചിത്തത്തിന്റെ ഏകാഗ്രത പ്രാപിക്കുന്നതിനായി ഏറ്റവും സരളമായ ഉപായം ഇതാണ്. ആരുടെ ചിത്തം ദിവസത്തിലെ 24 മണിക്കൂറും ഏകാഗ്രതയിൽ പരമാത്മാവിന്റെ സ്മരണയിൽ നിലനിൽക്കുന്നുവോ
അത്തരത്തിലുള്ള സന്തിന്റെ അംഗത്വം കിട്ടിയാൽ, അദ്ദേഹത്തിന്റെ അരികെ താമസിച്ചാൽ നിങ്ങളുടെ ചിത്തവും ഏകാഗ്രമായി തുടങ്ങും. അങ്ങനത്തെ വ്യക്തിയെ കിട്ടിയെങ്കിൽ ആവശ്യം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം വസിക്കുക, ധ്യാനം ശരിക്കും കിട്ടുന്നതുവരെ. ഇതാണ് ഏറ്റവും സരളവും ഉറച്ചതുമായ വഴി. നിങ്ങളുടെ ധ്യാനം വളരെ ആഴത്തിലായി എങ്കിൽ സമയത്തിന്റെയും ദൂരത്തിന്റെയും ബന്ധനം സമാപിക്കും എന്ന് മാത്രമല്ല, ധ്യാനത്തിന്റെ അലകൾ എത്രയും ദൂരെയാണെങ്കിലും മനസ്സിന്റെ എത്രയും ദൂരെയാണെങ്കിലും ബന്ധനം സമാപിക്കാം എന്ന് മാത്രമല്ല, ദാനത്തിന്റെ അലകൾ എത്രയും ദൂരെയാണെങ്കിലും മനസ്സിന്റെ ഗതിയുടെ വേഗത്തിൽ അയക്കാവുന്നതേയുള്ളൂ. ഇനി പ്രശ്നം എന്തെന്നാൽ, എങ്ങനെ നാം മനസ്സിലാക്കും അത്തരത്തിലുള്ള സന്തിനെയോ വ്യക്തിയെയോ കണ്ടുകിട്ടാൻ കഴിഞ്ഞു എന്ന്? ഇതിന്റെ ടെസ്റ്റ് ഈ മഹാത്മാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോൾ നാം സന്ത് മഹാത്മാക്കളുടെയോ മഹാപുരുഷന്മാരുടെയോ അരികെ പോകുന്നുവെങ്കിൽ അവിടെ ധർമ്മത്തിന്റെയും ആധ്യാത്മത്തിന്റെയും ചർച്ച നടക്കുന്നുണ്ടാകും. ചില ദിക്കിൽ ഭജനം, ചിലയിടത്ത് പ്രവചനം മുതലായവ പ്രാക്ടിക്കൽ ടെസ്റ്റ്. ക്രിയാത്മകമായി എന്തെന്നാൽ അവിടെ സംസാരിച്ചിരിക്കുകയോ വാദവിവാദത്തിൽ ഏർപ്പെടുകയോ അരുത്. പക്ഷേ തൻ്റെ വിചാരങ്ങൾ ദൃഷ്ടി മനസ്സിലും ഹൃദയത്തിലുമാക്കി ശ്രദ്ധിക്കുക. എന്താ അദ്ദേഹത്തിന്റെ സംഗത്വത്തിൽ നിന്ന് തൻ്റെ വിചാരങ്ങൾ കുറയുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സന്തിന്റെയോ മഹാത്മാവിന്റെയോ സംഗത്വം തുടരുക. എത്ര കണ്ട് എന്നാൽ നിങ്ങൾക്കും വിചാരശൂന്യതയുടെ അവസ്ഥ പ്രാപിക്കുന്നതുവരെ ഇതിൽ നിങ്ങൾ സഫലീകരിച്ചു എങ്കിൽ നിങ്ങളുടെ പ്രദർശകനെ കിട്ടിയെന്നതിന് നിങ്ങളുടെ ഭാഗ്യദേവതയെ പ്രശംസിക്കുക. വാസ്തവത്തിൽ ആധ്യാത്മിക ജീവിതം തുടങ്ങുന്നതിന് ഇവിടെ നിന്ന് എപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകുന്നുവോ, വിചാരശൂന്യതയുടെ അവസ്ഥ പ്രാപിക്കുന്നുവോ, അപ്പോഴാണ് ആധ്യാത്മിക അനുഭവം തുറക്കുന്നത്. യഥാർത്ഥ ആധ്യാത്മിക ജ്ഞാനം കിട്ടുന്നത്, യഥാർത്ഥ ആധ്യാത്മിക ജീവിതം, ആനന്ദം പുസ്തകം വായിച്ചോ വാദവിവാദങ്ങൾ കൊണ്ടോ ജ്ഞാന പ്രദർശനം കൊണ്ടോ ലഭിക്കുന്നില്ല. യഥാർത്ഥ ജിജ്ഞാസു സദ്ഗുരുവിന്റെ സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരുന്ന ചീത്തത്വങ്ങൾ എല്ലാം തുടച്ചു നീക്കി എന്നും ഇനി അത്തരത്തിലുള്ള വിചാരങ്ങൾ വരുവാൻ സ്ഥലം തന്നെ ഇല്ലാതായി എന്നും അയാൾ പരമാത്മാവിന്റെ സ്മരണയിൽ മതോന്മത്തരായിത്തീരുന്നു. സാധകനെ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അയാളുടെ പദപ്രദർശകൻ സദ്ഗുരു ആധ്യാത്മിക ശക്തിയുടെയും ആനന്ദത്തിന്റെയും ഭണ്ഡാരമാണെന്നും ഈ ഉപകാരത്തിനെ തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്തതാണ് എന്നും ഇത് അനുഭവിക്കുന്ന ആളുടെ ഹൃദയത്തിന് മാത്രമേ അതിന്റെ വില അറിയുന്നുള്ളൂ. മഹാത്മാ കബീർ ദാസ് ഇത്രയും പറഞ്ഞിട്ടുണ്ട്: യഹ് വിഷുക്കി വേലരി ഗുരു അമൃത് ഖാൻ ശീഷ് ദിയേ ജോ ഗുരു മിലേ തോബി സസ്താജാൻ. ഈ ശരീരം വിഷത്താൽ നിറഞ്ഞതാണ്. ഗുരുദേവ അമൃതിന്റെ സ്രോതസ്സുമാണ്. ഗുരുദേവൻ അമൃതിന്റെ സ്രോതസ്സുമാണ്. തൻ്റെ ശിരസ് കൊടുത്തും ഗുരുദേവനെ കിട്ടിയെങ്കിൽ അത് അത്രയും ലാഭകരം തന്നെയാണ്. തൻ്റെ സദ്ഗുരുദേവ് പരം സദ് മഹാത്മാ ശ്രീ ബ്രിജുമോഹൻലാൽജി മഹാരാജിന്റെ അനുഭവം ഈ സേവകനെ വിശേഷ രൂപത്തിൽ പറഞ്ഞത് ഓർമ്മ വന്നു. അത് നിങ്ങളുടെ സമക്ഷം വെക്കട്ടെ. അഭ്യാസം ചെയ്ത് സാധന ചെയ്തതിന്റെ ഫലമായി അവിടത്തേക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി തുടങ്ങി. മുമ്പിൽ വരുന്ന വ്യക്തിയുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും അയാളുടെ ഉള്ളിൽ എന്താണെന്നും എക്സ്റേ പോലെ കാണുവാൻ കഴിഞ്ഞു തുടങ്ങി. ഏതെങ്കിലും സജ്ജൻ വരുന്നുണ്ടെങ്കിൽ അയാൾ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കും. പിന്നെ പറയും ഇയാൾക്ക് വേണ്ടി ചായയും മറ്റും തയ്യാറാക്കുവാൻ. ഇങ്ങനെയെല്ലാം സംഭവിച്ചു തുടങ്ങിയപ്പോൾ ഈ സേവകൻ വിചാരിച്ചു താൻ സിദ്ധപുരുഷനാക്കി ബാക്കമാൽ എന്ന്. താൻ ഈ അത്ഭുതം ലോകത്തെ കാണിക്കുവാൻ തുടങ്ങി. ഏതെങ്കിലും സജ്ജൻ സഹോദരനോ സഹോദരിയോ തൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടുവന്നാൽ അയാൾ പറയുന്നതിന് മുമ്പേ തന്നെ അതിന്റെ ഉത്തരം പറയാൻ തുടങ്ങും. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഈ സേവകന്റെ പകുതി ഹിന്ദുസ്ഥാനിയുടെയും പകുതി മുസൽമാന്റെയും വേഷഭൂഷത്തെ കണ്ട് കുറച്ച് യാഥാർത്ഥ്യർ ദേഷ്യത്തിലായിരുന്നു. അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും തരത്തിൽ ചീത്തയായി കാണിക്കുവാനായി. ഒരിക്കൽ 3 ആര്യ സമാജ സഹോദരർ തൻ്റെ ഡയറിയിൽ ഏതാണ്ട് 100 പ്രശ്നങ്ങൾ എഴുതി. ഇതിൽ ഭയങ്കരമായ വാദപ്രതിഭാവം ഉയർത്താം എന്ന്
ഇത് ആ സമയമായിരുന്നു സേവകൻ അത്ഭുതങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അവർ വന്ന് ഇരുന്നു. അവർ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാതെ തന്നെ ഡയറിയിൽ എഴുതിയ ക്രമത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരം പറയാൻ തുടങ്ങി. 20ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോഴേക്കും അവർ വളരെ പ്രഭാവിതരായി സാഷ്ടാംഗം നമസ്കരിച്ചുപോയി. ഈ അത്ഭുതങ്ങൾ മാസങ്ങളോളം ചെയ്തുകൊണ്ടേയിരുന്നു. 6 മാസത്തോളം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈ സേവകന്റെ മനസ്സിൽ ഒരു വിചാരം വന്നു. തന്റെ ഗുരു മഹാരാജന് ഇതെല്ലാം അറിഞ്ഞു കാണുമോ ആവും. അവിടുത്തെ ശിഷ്യൻ ഇത്രയും അത്ഭുതം കാട്ടുന്ന ആളായി എന്ന്. അപ്പോൾ അതിനെ പ്രദർശിപ്പിക്കാനുള്ള അവസരവും കാത്തിരിപ്പായി. ഒരു ഞായറാഴ്ച ഒഴിവു ദിവസമായതിനാൽ അദ്ദേഹത്തിന്റെ ഗുരു പരംസദ് മഹാത്മാ ശ്രീ ശ്രീ രാമചന്ദ്രജി മഹാരാജ് വരാന്തയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സേവകൻ അദ്ദേഹത്തിന്റെ മനസ്സിലെ വിചാരങ്ങളെ വായിക്കാൻ കണ്ടു തുടങ്ങി. അദ്ദേഹം വിചാരിക്കുകയാണ്, ഇന്ന് ഒഴിവു ദിവസമാണ്, ഗീതാപുസ്തകം എടുത്ത് 12-ാം അധ്യായം വായിക്കാമെന്ന്. ഈ സേവകൻ ഉചിതമായ സമയമെന്ന് കരുതി പുസ്തകത്തിന്റെ അലമാര തുറന്ന് ഗീതാപുസ്തകം പുറത്തെടുത്ത് 12-ാം അധ്യായം തുറന്ന് വിനയത്തോടുകൂടി മഹാരാജിന് കൊടുത്തു. മഹാരാജ് ഗീതാപുസ്തകം കയ്യിൽ വാങ്ങി 12-ാം അധ്യായം കണ്ടതോടെ ഈ സേവകനെ വളരെ ഗൗരവമായി അടിമുടി നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനത്തെ ബക്മാൽ അത്ഭുതങ്ങൾ കാട്ടുന്നവൻ ആകാനാണ് പോകുന്നത് എന്ന് ഞാൻ അറിഞ്ഞുവെങ്കിൽ ഞാൻ എൻ്റെ മാറിന്റെ രക്തത്തെ ഒരിക്കലും ഇല്ലാതാക്കുമായിരുന്നില്ല. അത് കേട്ടപ്പോഴേക്കും ഈ സേവകൻ പരിഭ്രമിച്ച് ഒന്നും ചെയ്യാൻ അറിയാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ പാദാരങ്ങളിൽ വീട് കരഞ്ഞ് അശ്രുധാര കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ കഴുകി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഈ സേവകനെ എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് അഭ്യാസമാണ് ചെയ്യിപ്പിച്ചത്, എന്താ പഠിപ്പിച്ചത്? ഇതല്ല, ഹൃദയത്തിൽ നിന്നും ലൗകിക വിചാരങ്ങളെ ഇല്ലാതാക്കുക, അതിൽ പരമാത്മാവിനെ ഇരുത്തുക. ഈശ്വരന്റെയും സന്ത് ഗുരുക്കളുടെയും കൃപ കൊണ്ട് അഴുക്ക അലക്കിക്കളഞ്ഞു ചില്ല് വൃത്തിയായി. പിന്നെ എന്ത് അത്ഭുതമാണ് ആ പവിത്ര ഹൃദയത്തിൽ ലൗകികമായ മറ്റാളുകളുടെ രൂപവും വിചാരങ്ങളും നിർബന്ധമായി നിറയ്ക്കുക എന്ന് ഓർമ്മിക്കുക. ഏറ്റവും വലിയ ബാക്മാൽ വ്യക്തി, അത്ഭുതം കാണിക്കുന്ന വ്യക്തി, അവനാണ് അയാളുടെ ഹൃദയത്തിൽ ഒരു പ്രഭുവിന്റെ സ്മരണ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ്. അങ്ങനത്തെ ആളായിരുന്നു ആ സദ്ഗുരു. ഇതാണ് ശരിയായ യോഗം. ഇതാണ് ചില കാര്യങ്ങൾ സരളമായ വഴികളും ഈ സന്ത് മഹാത്മാക്കൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കിയതും നമുക്കെല്ലാവർക്കും വേണ്ടി മാർഗനിർദ്ദേശം പറഞ്ഞു തന്നതും യോഗത്തെ ക്രിയാത്മകമായി പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാമെന്ന് ഈ സംസാരത്തിൽ ഇരുന്നു കൊണ്ട് ലൗകികമായ എല്ലാ കർമ്മങ്ങളും ധർമാനുസരണമായി ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നാം പതഞ്ജലി മഹാരാജനാൽ പ്രതിപാദിക്കപ്പെട്ട യോഗത്തെ സാധ്യമാക്കുന്നത്? ഇതാണ് വഴി. നാം ഇതുപോലെ ചെയ്യുന്നു എങ്കിൽ യഥാർത്ഥ യോഗത്തിന്റെ ആദർശത്തെ പ്രാപിക്കാവും. പരമാത്മാവേ, നീ തന്നെയാണ്, നിന്റെ ഇച്ഛ പൂർണ്ണമാവട്ടെ. जय सद्गुरुदेव जय पद शरणं श्रेयस्वरूप चरणों शरणं जय सद्गुरु। पूज्य माता और बंधुओं, एक बार जबलपुर में एक डॉक्टर ने प्रश्न किया कि साहब पूजा क्या फायदा, ये तो बेकार लोगों का काम है, जिनके पास कोई काम नहीं माला लेकर बैठे, आधा घंटा सुबह बर्बाद करें, आधा घंटा शाम को बर्बाद करें, लेकिन जिनके पास काम है वो काम करें। हम लोग तो डॉक्टर हैं, आधे घंटे में 2 मरीज बचा सकते हैं। अगर मैं पूजा में बैठ गया तो क्या फायदा? परमात्मा को किसने देखा है? क्या पता है कि नहीं भगवान है या नहीं? इस चक्कर में क्यों फंसा जाए? अपना सीधा साधा काम करें। ऐसा प्रश्न डॉक्टर ने किया। इस सेवक ने काउंटर प्रश्न किया, तो ये था कि आप सोते क्यों हैं? उस समय ना खाते हैं ना पीते हैं, 2 पारी लगाए, रात को भी काम करें और दिन को भी काम करें,
समय बर्बाद क्यों किया जाए। वे चकरा गए, बोले आप क्या कह रहे हैं, अगर हम सोएंगे नहीं तो बीमार पड़ जाएंगे, ज्यादा से ज्यादा 2-3 माह चलेगा और अधिक नहीं चलेगा। जो डॉक्टर लोग हैं जिन्हें नींद नहीं आती जबरदस्ती सुलाते। പൂജ എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ഒരു മഹത്വപൂർണമായ പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന്റെ വിഷമങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തെപ്പറ്റി അവർ മറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ ജബൽപൂരിൽ സത്സംഗത്തിന്റെ ഇടയിൽ ഒരു ഡോക്ടർ ഒരു പ്രശ്നം ഉന്നയിച്ചു. സർ, പൂജ കൊണ്ട് എന്താണ് പ്രയോജനം? ഇത് മടിയന്മാരുടെ ജോലിയാണ്. ആരുടെ അടുത്ത് ഒരു ജോലിയും ഇല്ലെങ്കിൽ മാലയും കയ്യിലെടുത്ത് ഇരിക്കുക, അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരവും പാഴാക്കുക. പക്ഷേ ആരുടെ പക്കൽ ജോലിയുണ്ടോ ജോലി ചെയ്യട്ടെ. ഞങ്ങൾ ഡോക്ടർമാർ അരമണിക്കൂറിൽ 1-2 അസുഖക്കാരെ ചികിത്സിക്കാം. പൂജയിൽ ഇരുന്നു എങ്കിൽ അത് കഴിയാതെ വരും. എന്താ പ്രയോജനം? ഈശ്വരനെ ആരാണ് കണ്ടിരിക്കുന്നത്? ആർക്കാണ് അറിയുക ഈശ്വരൻ ഉണ്ടയോ ഇല്ലയോ എന്ന്? ഇങ്ങനത്തെ ചിന്തയിൽ നാം എന്തിനു ചിന്തിക്കുന്നു? തൻ്റെ ജോലി ശരിയായി ചെയ്യുക. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഡോക്ടർ ചെയ്തു. ഈ സേവകൻ ഒരു കൗണ്ടർ പ്രശ്നം ചെയ്തു. അത് ഇതായിരുന്നു: നിങ്ങൾ എന്തിനാണ് ഉറങ്ങുന്നത്? ആ സമയം നമ്മൾ തിന്നുന്നുമില്ല കുടിക്കുന്നുമില്ല. 2 ഡ്യൂട്ടി ഇടുക, രാത്രിയും ജോലി ചെയ്യുക. 2 ഇരട്ടി സമ്പാദിക്കുക. എന്തിനാ സമയം പാഴാക്കുന്നത്? അയാൾ സംശയാലുവായി പറഞ്ഞു. അവിടുന്ന് എന്താണ് പറയുന്നത്? നാം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് സുഖക്കേട് വരും. കൂടുതലായി 2-3 മാസം അതിലധികം നടക്കുകയില്ല. ഞങ്ങൾ ഡോക്ടർമാർ ഉറക്കം വരാത്തവരെ ഗുളിക കൊടുത്ത് ഉറക്കാറുണ്ട്. ഈ സേവകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗുളിക കൊടുത്ത് ഉറക്കുന്നത്? ഉറക്കത്തിന്റെ ആവശ്യം എന്താണ്? ഉത്തരം കിട്ടി, അവർക്ക് വിശ്രമം കിട്ടുകയില്ല. വിശ്രമം ഏറ്റവും അത്യാവശ്യമാണ്. സേവകൻ പറഞ്ഞു, അത്തരത്തിലുള്ള മരുന്നോ ഇഞ്ചക്ഷനോ ഉണ്ടാക്കുക. ഇഞ്ചക്ഷൻ കൊടുത്ത് മനുഷ്യൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, ഉറങ്ങരുത്. സഹോദര, എത്രയൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്താലും ഉറക്കം അത്യാവശ്യമാണ്. വിശ്രമം അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അത്യാവശ്യം? നോക്കൂ, നിങ്ങളുടെ ശാസ്ത്രം ഈ ശരീരത്തിന്റെ മാത്രം അടങ്ങിയതാണ്. നിങ്ങൾക്ക് ഈ ശരീരത്തിന്റെ ഉപരിയായി നോക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।